ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. റവയും റാഗിയും വെച്ച് തയ്യാറാക്കുന്ന ഈ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനായിട്ടും കഴിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. ഹെൽത്തിയും ടേസ്റ്റിയുമായ റെസിപ്പി തയ്യാറാക്കുന്നതിനായി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ചേർക്കാം. ഇതോടൊപ്പം നമ്മൾ നേരത്തെ റവ എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് റാഗിയുടെ പൊടി ചേർക്കാം. ഈ റാഗിയുടെ പൊടി നന്നായി വറുത്തെടുത്തിട്ടുള്ളതാണ്. വറുക്കാത്ത പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അല്പം ഒന്ന് വറുത്തതിന് ശേഷം ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അളന്നെടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ, അതായത് റാഗിയും റവയൊക്കെ അളന്നെടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് തൈര് ചേർക്കാം. മാവിലേക്ക് തൈര് ചേർക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട്. അളവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ഈ തൈര് കാണിക്കുന്നത്. ഞാനിതാ ഈ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്തത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. കൂടുതൽ വെള്ളം ചേർക്കേണ്ടതില്ല. നമ്മളൊരു കട്ടിയുള്ള പരുവത്തിലാണ് ഈ മാവ് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ടകളൊന്നുമില്ലാതെ ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്യുകയാണെങ്കിൽ കട്ടകളൊന്നുമില്ലാതെ മിക്സായി കിട്ടും. ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടുക. നമ്മൾ കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. ആ ഒരു സമയത്ത് ഒന്നുകൂടി തിക്കായി കിട്ടും. നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ റെസിപ്പിക്ക് വേണ്ടി ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല കട്ടിയുള്ള ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത്. ഇനി ഈ ബാറ്റർ നമ്മൾ ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വയ്ക്കണം. 1 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുവാണെങ്കിൽ റെസിപ്പി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അടുത്തതായി ഒരു 3 ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചെറുതായി മൊരിഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് 1 വറ്റൽമുളക് 3ആയി മുറിച്ച് ചേർക്കാം. ഇതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായി മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് പൊടിയായി അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതോടൊപ്പം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഈ പച്ചമുളകിന് അധികം എരിയില്ല, അതുകൊണ്ടാണ് ഞാൻ 2 ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതോടൊപ്പം ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. ഇഞ്ചി 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വാടി വരുന്നത് വരെ മിക്സ് ചെയ്യാം. അടുത്തതായി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂണിനും താഴെ അളവിലാണ് ഉപ്പ് ചേർത്തത്. ഇനി ഇതിലേക്ക് 1 നുള്ള് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉലുവയുടെ പൊടി കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് വാടി വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ ഈ മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഉരുളക്കിഴങ്ങ് ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും. ആ ഒരു സ്റ്റേജ് വരെ നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഉരുളക്കിഴങ്ങിൽ വെള്ളമൊക്കെ ഒന്നുകൂടി നന്നായി വറ്റി നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാല നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അല്പം തണുക്കാനായി വയ്ക്കുമ്പോൾ ഒന്നുകൂടി ഇത് കട്ടിയായിക്കോളും. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നായി അല്പം മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമുള്ള സ്റ്റഫിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അല്പനേരം തണുക്കാനായി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഒരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായി വയ്ക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് എടുക്കാം. ഇപ്പോൾ ആ മാവ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതിനേക്കാളും ഒന്നുകൂടി നന്നായിട്ട് തന്നെ കട്ടിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത്. ഇതുപോലെ നല്ല കട്ടിയുള്ള ബാറ്ററാണ് നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടത്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്തപ്പോൾ മാവിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഉപ്പും സോഡയൊക്കെ ഈ മാവിലേക്ക് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം. ഇനി ഒരേ അളവിലുള്ള പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു 3 ബൗൾ എടുത്തിട്ടുണ്ട്. 3 ഒരേ അളവിലുള്ള പാത്രമാണ്. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തത്. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 3 പാത്രത്തിൽ നല്ല രീതിയിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബാറ്ററിന്ന് ഒരു തവി ഇതിലേക്ക് ഒഴിക്കാം. അതായത് ആ ബൗളിൻ്റെ പകുതിയോളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാല വയ്ക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മളിനി ഒരു 1/2 തവി മാവ് കൂടി ഒഴിക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതിലും കൂടി നമ്മൾ മാവ് ഒഴിച്ച് സ്റ്റഫിങ് വയ്ക്കാം. നമ്മൾ എടുത്തു വെച്ച 3 ബൗളിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും മാവ് ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അടുത്ത ബാച്ചിൽ മാവ് ഒഴിച്ചുണ്ടാക്കാം. ഈ ബൗൾ ലൈറ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു സ്റ്റീമറിൻ്റെ പാത്രം ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബൗള്, നമ്മൾ മാവ് നിറച്ച് വെച്ചിട്ടുള്ള ആ ബൗള് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. റാഗി വേവുന്നതിന് അല്പം സമയമെടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കറക്റ്റായി ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തുറന്ന് നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ കേക്ക് പൊങ്ങി വരൂലേ, അതേപോലെ നല്ല പഞ്ഞി പോലത്തെ ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത്. ഈ പാത്രത്തിൽ നിന്ന് നമ്മളിത് മാറ്റി തണുക്കാനായി വയ്ക്കാം. അല്പം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അല്പം തണുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ ബൗളിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. തണുത്തപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. കൈകൊണ്ട് ഇളക്കുമ്പോൾ തന്നെ അത് ഇളകി വരുന്നുണ്ട്. പിന്നെ നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഒരു കത്തി വെച്ചിട്ട് സൈഡ് പതുക്കെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡിമോൾഡായി കിട്ടും. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഡിമോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഈ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ് റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയാണ്. നിങ്ങൾക്കറിയാം റാഗിയുടെ ഗുണങ്ങളൊക്കെ. അയൺ, കാൽഷ്യം, ഫൈബർ ഒക്കെ ധാരാളം അടങ്ങിയ ഒന്നാണ് ഈ റാഗി. പ്രമേഹമുള്ളവർക്ക് വളരെ നല്ല ഒന്നാണിത്. ഡയറ്റ് ചെയ്യുന്നവർക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് റാഗി. എല്ലുകൾക്ക് നല്ല ബലം ലഭിക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കാനും വളരെ നല്ല ഒന്നാണ് റാഗി. അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. ഇത് നല്ല പഞ്ഞി പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ പതുക്കെയാണ് കട്ട് ചെയ്യുന്നത്. റാഗി ഇതേപോലെ സ്റ്റഫിങ് വെച്ച് തയ്യാറാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.